എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ മൈസൂർ പാലസിന് മുന്നിലാണ്. ഇവിടെ ഒരു ആഘോഷം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇതെന്തൊക്കെയോ ബൊമ്മേനെ വെച്ചിട്ടുള്ള ഒരു കളിയാണെന്ന് തോന്നുന്നു. എൻ്റെ ബൊമ്മേനെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്താ അമ്പലത്തിൻ്റെ പരിപാടിയാണെന്ന് തോന്നുന്നു. അവിടെ ഒരു രഥമൊക്കെ ഉണ്ട്. രഥത്തിൽ ഏതോ ഒരു മുഖ്യാതിഥി വന്നിട്ട് കയറാനായിരിക്കും. ഇവിടെ ഡാൻസുകാരൊക്കെ നിൽക്കുന്നുണ്ട്. രണ്ടുപേർ അവിടെ ഇരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലോ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ആഘോഷം എന്താണെന്ന് മനസ്സിലായില്ല, പക്ഷെ അവരുടെ കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാനൊക്കെ സാധിച്ചേ. നല്ല രസമല്ലേ. ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ട് സംഭവത്തിന് ഇവിടെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ശരിക്കും അതിനുള്ള ആളില്ല. അതിൻ്റെ ആ ഒരു രൂപം മാത്രമേ ഉള്ളൂ. നമ്മൾ നേരിട്ട് ആ പിന്നിൽ കാണുന്നതാണ് മൈസൂർ പാലസിലേക്ക് പോകുന്നത്. കയറാൻ പറ്റുമെന്ന് അറിയില്ല, ഒന്ന് പോയി നോക്കാം. ഇവിടെ ഒരു രാജാവുണ്ടല്ലോ, രാജാവിനെ ഫോട്ടോ എടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ളവരാണ് ഇതിൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത്. നേരെ ഇനി പാലസിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. ഇതിൻ്റെ ആഘോഷത്തിൻ്റെ പേരെന്തോ പറഞ്ഞു, ഞാൻ മറന്നുപോയി. എന്തോ ജയന്തിയാണ്. ഞാൻ ഈ പറഞ്ഞ ആളുടെ കൂടെ നിന്നിട്ടൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പാലസിൻ്റെ ഏത് ഗേറ്റാണെന്ന് അറിയില്ല. എന്തായാലും സൗത്ത് ഗേറ്റിൽ നിന്നാണ് എൻട്രി ഉള്ളതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ ഈ ഒരു ഗേറ്റിൽ നിന്ന് സൗത്ത് ഗേറ്റിലേക്ക് പോകണം. ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. എന്തോ ജയന്തി ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പോവാം. എല്ലാ ബിസിനസ്സുകൾക്കും ഒരു ട്രേഡ് സീക്രട്ട് ഉണ്ട്. അതേപോലെ തന്നെ ഈ ടൂറിസത്തിൻ്റെ ട്രേഡ് സീക്രട്ടും എന്താണെന്ന് അറിയാം. അതായത് ഈ ടൂറിസത്തിന് വരുന്ന ആൾക്കാർ ഏത് നാട്ടുകാരാണോ വരുന്നത്, എവിടെ നിന്നാണോ വരുന്നത്, അവരുടെ ഭാഷ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഗസ്റ്റ് ഏത് ഭാഷക്കാരാണോ ആ ഭാഷയിൽ സംസാരിച്ചാലാണ് അവർക്ക് ആ ഒരു ബിസിനസ് കിട്ടുക. അതാണ് ഇതിൻ്റെ സീക്രട്ട്. ഇപ്പം ഞാനിവിടെ ഒന്ന് രണ്ട് ഓട്ടോക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് മലയാളിയാണോ എന്ന് ചോദിച്ചിട്ട് മലയാളത്തിലാണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. അവർക്ക് കന്നഡ അറിയാം, തമിഴ് അറിയാം, ഹിന്ദി അറിയാം, എല്ലാ ഭാഷകളും അറിയാം. അപ്പോൾ വരുന്ന ഗസ്റ്റ് ഏത് ഭാഷക്കാരാണോ ആ ഭാഷയിലാണോ സംസാരിക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരു പരിപാടി ഉണ്ടായി. ഞാൻ പാലസിൻ്റെ മുന്നിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു സെക്യൂരിറ്റിക്കാരനല്ല, മാല വെക്കുന്ന ഒരു ചേട്ടനായിരുന്നു. ആ ചേട്ടനായിട്ട് സംസാരിച്ചു. അപ്പോൾ ആ ചേട്ടൻ എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചത് ഇതാണ്, നിങ്ങൾ എവിടെ നിന്നാണ് വരണേ? അപ്പോൾ ഞാൻ കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ മലയാളിയാണോ? അപ്പോൾ മലയാളത്തിൽ സംസാരിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ ആദ്യം പറഞ്ഞ കന്നഡ നിങ്ങൾക്ക് മനസ്സിലായി ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞേ, നിങ്ങൾ ഏത് ഭാഷക്കാരായാലും നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ നമ്മൾ നിങ്ങളുടെ ഭാഷയിലാണ് സംസാരിക്കുള്ളത് എന്നാണ് പറഞ്ഞത്. ഈ ഒരു ഗേറ്റിൽ അതെങ്ങനെ കയറാൻ പറ്റില്ല. ഇവിടെ നിന്ന് വേറെ ഗേറ്റിൻ്റെ അവിടേക്ക് പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. ഓട്ടോക്കാരൊക്കെ നല്ല സ്മാർട്ടാണ് കേട്ടോ. അവർക്ക് ബിസിനസ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ പല കഥകളൊക്കെ പറയും. അവർ പറയും ഒരു പാക്കേജ് പോലെ നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു 50 രൂപ തന്നാൽ മതി, അല്ലെങ്കിൽ ഒരു 30 രൂപ തന്നാൽ മതി. നമ്മൾ ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം, അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ കാണാം, എന്നിട്ട് പാലസിൻ്റെ അവിടേക്ക് കൊണ്ടുവരാൻ വെയിറ്റ് ചെയ്യാൻ കാണാമെന്നൊക്കെ. എന്നിട്ട് അവസാനം ഒരുമാതിരി ചാർജ് പറയുകയും ചെയ്യും. ഒന്ന് രണ്ട് ഓട്ടോക്കാരെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ ചന്ദനത്തിൻ്റെ ഒരു ഫാക്ടറി അങ്ങനെ എന്തോ ഉണ്ട്, പിന്നെ സിൽക്ക് ഫാക്ടറി അങ്ങനെ എന്തോ ഉണ്ട്. അതും പാലസൊക്കെ കാണിച്ചിട്ട് ഇങ്ങോട്ട് എത്തിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വന്ന് ആ പഴയ വഴിക്ക് തന്നെ വരുന്നതെന്ന് തോന്നുന്നത്. ഇവിടെ വലിയൊരു ഗേറ്റൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ ഞാൻ വരുമ്പോൾ. അപ്പോൾ അവിടേക്ക് എത്തുന്നതാണ് തോന്നുന്നത്. എന്തായാലും പോയി നോക്കുക. എന്തായാലും വെയിലിന് അത്ര വലിയ ചൂടൊന്നുമില്ല. ഫുള്ള് മരങ്ങളാണ് കേട്ടോ ഇവിടെയൊക്കെ. പിന്നെ കപ്പിൾസിനൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അത്യാവശ്യം നല്ല അറ്റ്മോസ്ഫിയർ. പിന്നെ കുറേ കപ്പിൾസിനൊക്കെ ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ പാലസിൻ്റെ എൻട്രി ഗേറ്റിൻ്റെ അവിടേക്ക് എത്തി. ക്യാഷ് മാത്രമുള്ളൂ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 150 രൂപ വരും. ഇനി മൊബൈലിൽ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നെങ്കിൽ വേറെ പൈസ കാണുമോയെന്നറിയില്ല.